ഹലോ വ്യൂവേഴ്സ്, നിങ്ങൾക്ക് എല്ലാവർക്കും ജോബ്സ് അലി ചാനലിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. ഇന്ന് ഈ വീഡിയോയിൽ ഞാൻ നിങ്ങൾക്കായി എത്തിച്ചിട്ടുള്ളത് ഓഗസ്റ്റ് ആദ്യത്തെ ആഴ്ചയിൽ റിലീസ് ആയിട്ടുള്ള എല്ലാ ഗവൺമെന്റ് ജോബ്സിന്റെ നോട്ടിഫിക്കേഷൻ ആണ്. സെൻട്രൽ ഗവൺമെന്റ് ജോബ്സ് ഉണ്ട്, PSC ഉണ്ട്, ബാങ്ക് ജോബ്സ് എന്നീ എല്ലാ രീതിയിലുള്ള ഗവൺമെന്റ് ജോബ്സിന്റെ നോട്ടിഫിക്കേഷൻസും ഈ വീഡിയോയിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായി കാണുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ ഫ്രണ്ട് സർക്കിളിലേക്ക് ഷെയർ ചെയ്യുക. അതിനു മുമ്പായി ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ സബ്സ്ക്രിപ്ഷൻ ബട്ടന്റെ അടുത്തുള്ള ബെൽ ഐക്കൺ തീർച്ചയായും എനേബിൾ ചെയ്യുക. കാരണം ഞങ്ങൾ അപ്ലോഡ് ചെയ്യുന്ന എല്ലാ ഗവൺമെന്റ് ജോബ്സിന്റെ വീഡിയോസ് ആണ്. ഗവൺമെന്റ് ജോബ്സിന് അപ്ലൈ ചെയ്യാൻ ഒരാഴ്ചയോ ഒരു മാസമോ ടൈം ഉണ്ടാവുകയുള്ളൂ. അതിനു മുമ്പായി നിങ്ങൾ അപ്ലൈ ചെയ്യേണ്ടതാണ്. അതുകൊണ്ട് നോട്ടിഫിക്കേഷൻ എനേബിൾ തീർച്ചയായും ചെയ്യുക. ആദ്യത്തേത് കർണാടക പബ്ലിക് സർവീസ് കമ്മീഷൻ. ഇത് കന്നഡ അറിയുന്ന ഒരുപാട് മലയാളികളുണ്ട്. നമ്മളെ ബാംഗ്ലൂർ, മൈസൂർ അങ്ങനെ ഒരുപാട് കന്നഡ അറിയുന്ന മലയാളികളുണ്ട്. അവർക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുന്നതാണ്. അസിസ്റ്റന്റ് എഞ്ചിനീയർ, ജൂനിയർ എഞ്ചിനീയർ വേക്കൻസികളിലേക്കാണ്. ഒഴിവുകൾ 990. യോഗ്യത BE BTech ഡിപ്ലോമ കഴിഞ്ഞവർക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ്. ശമ്പളം അസിസ്റ്റന്റ് എഞ്ചിനീയർ 43,100 മുതൽ 83,900. ജൂനിയർ എഞ്ചിനീയർ 33,450 മുതൽ 62,600. ഇതായിരിക്കും പേ സ്കെയിൽ. വയസ്സ് 18 മുതൽ 35 വയസ്സ് വരെയുള്ളവർക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ്. ജോലി സ്ഥലം കർണാടക. അപേക്ഷാ രീതി ഓൺലൈൻ മുഖാന്തരം മാത്രമേ അപ്ലൈ ചെയ്യാൻ പറ്റുകയുള്ളൂ. അവസാന തീയതി സെപ്റ്റംബർ 16 മുമ്പായി നിങ്ങൾ അപ്ലൈ ചെയ്യേണ്ടതാണ്. അപ്ലിക്കേഷൻ ഫീസ് ഉണ്ട്. SC ST കാറ്റഗറി 1 PWD കാൻഡിഡേറ്റ്സിന് ഫീസ് ഉണ്ടായിരിക്കുന്നതല്ല. എക്സ് സർവീസ്മെൻ കാൻഡിഡേറ്റിന് 50 രൂപയും 2A 2B 3A 3B കാൻഡിഡേറ്റ്സിന് 300 രൂപയും അതുപോലെ തന്നെ ബാക്കിയുള്ള എല്ലാ കാൻഡിഡേറ്റ്സും 600 രൂപ അപ്ലിക്കേഷൻ ഫീസ് പേ ചെയ്യേണ്ടതാണ്. അടുത്തത് ഞങ്ങളെ കേരള ഹൈക്കോർട്ട്, കൊച്ചിയിലുള്ള കേരള ഹൈക്കോർട്ടിന്റെ റിക്രൂട്ട്മെന്റ് ആണ്. റിസർച്ച് അസിസ്റ്റന്റ് പോസ്റ്റുകളിലേക്കുള്ള റിക്രൂട്ട്മെന്റ് ആണ്. ഒഴിവുകൾ 33 ഒഴിവുകളുണ്ട്. യോഗ്യത LLB കഴിഞ്ഞവർക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ്. മാസം 30,000 രൂപ നിങ്ങൾക്ക് സാലറി ഉണ്ടായിരിക്കുന്നത്. 22 മുതൽ 28 വയസ്സിനകത്തുള്ളവർക്ക് മാത്രമേ അപ്ലൈ ചെയ്യാൻ പറ്റുകയുള്ളൂ. കൊച്ചിയിലായിരിക്കും നിങ്ങളുടെ ജോലി സ്ഥലം. അപേക്ഷാ രീതി ഓൺലൈൻ മുഖാന്തരം മാത്രമേ അപ്ലൈ ചെയ്യാൻ പറ്റുകയുള്ളൂ. ഓഗസ്റ്റ് 25 മുമ്പായി നിങ്ങൾ അപ്ലൈ ചെയ്യേണ്ടതാണ്. അപ്ലിക്കേഷൻ ഫീസ് ഉണ്ടായിരിക്കുന്നതല്ല. അടുത്തത് എഞ്ചിനീയറിംഗ് പ്രൊജക്ട്സ് ഇന്ത്യ ലിമിറ്റഡ് EPI നോട്ടിഫിക്കേഷൻ ആണ്. തസ്തിക അപ്രന്റീസ് ട്രെയിനിങ്. നിങ്ങൾ അപ്രന്റീസ് ട്രെയിനിങ്ങിലേക്കുള്ള നോട്ടിഫിക്കേഷൻ ആണ് റിലീസ് ചെയ്തിട്ടുള്ളത്. 4 വേക്കൻസികളാണ് ഉള്ളത്. BE BTech കഴിഞ്ഞവർക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുന്നതാണ്. ശമ്പളം എന്ന് പറയാൻ പറ്റില്ല. അപ്രന്റീസ് ട്രെയിനിങ്ങിന് എല്ലാ കമ്പനികളും നിങ്ങൾക്ക് സ്റ്റൈപ്പൻഡ് ആയിരിക്കും ട്രെയിനിങ് ഡ്യൂറേഷനിൽ തരുന്നത്. അത് എല്ലാ മാസവും 10,000 രൂപയായിരിക്കും നിങ്ങളുടെ സ്റ്റൈപ്പൻഡ്. വയസ്സ് 18 മുതൽ 30 വയസ്സ് വരെ ഉള്ളവർക്ക് മാത്രമേ അപ്ലൈ ചെയ്യാൻ പറ്റുകയുള്ളൂ. ജോലി സ്ഥലം ഡൽഹി ആയിരിക്കും. അപേക്ഷാ രീതി ഓൺലൈൻ മുഖാന്തരം മാത്രമേ അപ്ലൈ ചെയ്യാൻ പറ്റുകയുള്ളൂ. അവസാന തീയതി ഓഗസ്റ്റ് 20 മുമ്പായി നിങ്ങൾ അപ്ലൈ ചെയ്യേണ്ടതാണ്. ഇതിനും അപ്ലിക്കേഷൻ ഫീസ് ഉണ്ടായിരിക്കുന്നതല്ല. അടുത്തത് രാജസ്ഥാൻ സ്റ്റാഫ് സെലക്ഷൻ ബോർഡ് ജയ്പൂർ. രാജസ്ഥാൻ സ്റ്റാഫ് സെലക്ഷൻ ബോർഡ് റിലീസ് ചെയ്തിട്ടുള്ള ECG ടെക്നീഷ്യൻ തസ്തികയിലേക്കുള്ള നോട്ടിഫിക്കേഷൻ ആണ്. 177 ഒഴിവുകളാണ് ഉള്ളത്. യോഗ്യത നിങ്ങളുടെ +2 അതോടുകൂടെ ഡിപ്ലോമ ഇൻ ECG ടെക്നീഷ്യൻ കഴിഞ്ഞവർക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ്. ശമ്പളം ലെവൽ 8 പ്രകാരമായിരിക്കും ശമ്പളം. വയസ്സ് 18 മുതൽ 40 വയസ്സ് പ്രായമുള്ളവർക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ്. ജോലി സ്ഥലം രാജസ്ഥാൻ. അപേക്ഷാ രീതി ഓൺലൈൻ മുഖാന്തരം മാത്രമേ അപ്ലൈ ചെയ്യാൻ പറ്റുകയുള്ളൂ. അവസാന തീയതി സെപ്റ്റംബർ 4 മുമ്പായി നിങ്ങൾ അപ്ലൈ ചെയ്യേണ്ടതാണ്. അപ്ലിക്കേഷൻ ഫീസ് ഉണ്ട്. SC ST PH കാൻഡിഡേറ്റ്സിന് 250 രൂപയും OBC കാൻഡിഡേറ്റ്സിന് 350ഉം അതല്ലാതെ ബാക്കിയുള്ള എല്ലാ കാൻഡിഡേറ്റ്സിനും 450 രൂപ അപ്ലിക്കേഷൻ ഫീസ് പേ ചെയ്യേണ്ടതാണ്. അടുത്തതായി CBSE ഞങ്ങൾക്ക് എല്ലാവർക്കും അറിയുന്നതാണ്. സെൻട്രൽ ബോർഡ് ഓഫ് സെക്കൻഡറി എഡ്യൂക്കേഷൻ. ഞങ്ങളുടെ കേരളത്തിലും ഒരുപാട് സ്ഥലങ്ങളിൽ CBSEന്റെ സ്കൂളുകളും കാര്യങ്ങളൊക്കെ ഉണ്ട്. CBSEന്റെ നോട്ടിഫിക്കേഷൻ ആണ്. ജോയിന്റ് സെക്രട്ടറി, ഓഡിറ്റർ, അസിസ്റ്റന്റ് സെക്രട്ടറി, അക്കൗണ്ട്സ് ഓഫീസർ എന്നീ തസ്തികയിലേക്കുള്ള റിക്രൂട്ട്മെന്റ് ആണ്. ടോട്ടൽ 20 ഒഴിവുകളാണുള്ളത്. ഡിഗ്രി അതല്ലെങ്കിൽ മാസ്റ്റേഴ്സ് ഡിഗ്രി കഴിഞ്ഞവർക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ്. ശമ്പളം ഓരോ പോസ്റ്റിനനുസരിച്ച് വ്യത്യസ്തമായ ശമ്പളമാണുള്ളത്.
ഞാൻ ഈ അപ്ലോഡ് ചെയ്യുന്ന ജോബ്സിന്റെ എല്ലാം ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് ഇതിൽ കൂടുതൽ വിവരങ്ങൾക്കായി ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുള്ള ലിങ്ക് വഴി കൂടുതൽ വിവരങ്ങൾ അതുപോലെ തന്നെ ഒഫീഷ്യൽ നോട്ടിഫിക്കേഷൻ ഡൗൺലോഡ് ചെയ്യാവുന്നതാണ്. നിങ്ങൾ അപ്ലൈ ചെയ്യുന്നുണ്ടെങ്കിൽ ഒഫീഷ്യൽ നോട്ടിഫിക്കേഷൻ ഡൗൺലോഡ് ചെയ്ത് അത് മുഴുവനായി വായിച്ചതിന് ശേഷം മാത്രമേ അപ്ലൈ ചെയ്യാൻ പാടുകയുള്ളൂ. നോട്ടിഫിക്കേഷൻ നോക്കുകയാണെങ്കിൽ വയസ്സ് നിങ്ങൾ 56 വയസ്സ് വരെ അപ്ലൈ ചെയ്യാൻ പറ്റും. ജോലി സ്ഥലം ഡൽഹി ആയിരിക്കും. അപേക്ഷാ രീതി ഓൺലൈൻ മുഖാന്തരം മാത്രമേ അപ്ലൈ ചെയ്യാൻ പറ്റുകയുള്ളൂ. അവസാന തീയതി 21 ഓഗസ്റ്റ്. അപ്ലിക്കേഷൻ ഫീസ് ഉണ്ടായിരിക്കുന്നതല്ല. അടുത്തതായി ഗുജറാത്ത് എൻവയോൺമെന്റ് മാനേജ്മെന്റ് ഇൻസ്റ്റിറ്റ്യൂട്ട് GEMI ഇഷ്യൂ ചെയ്തിരിക്കുന്ന നോട്ടിഫിക്കേഷൻ ആണ്. തസ്തികകൾ എഞ്ചിനീയർ, സയന്റിഫിക് അസിസ്റ്റന്റ്, ക്ലർക്ക് കം ടൈപ്പിസ്റ്റ് എന്നീ പോസ്റ്റുകളിലേക്കുള്ള റിക്രൂട്ട്മെന്റ് ആണ്. ടോട്ടൽ 6 ഒഴിവുകളാണുള്ളത്. യോഗ്യത ഡിഗ്രി കഴിഞ്ഞവർക്ക്, എഞ്ചിനീയറിംഗ് ഡിഗ്രി അതുപോലെ തന്നെ ബാക്കിയുള്ള എല്ലാ ഡിഗ്രിയും കഴിഞ്ഞവർക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുന്നതാണ്. പോസ്റ്റ് അനുസരിച്ച് ശമ്പളം ഉണ്ടാവും. ഓരോ പോസ്റ്റിനും വ്യത്യസ്തമായ ശമ്പളമായിരിക്കും. 35 വയസ്സ് വരെ നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുന്നതാണ്. മാക്സിമം 35 വയസ്സ്. അതിൽ കൂടുതലുള്ളവർ അപ്ലൈ ചെയ്യാൻ യോഗ്യരല്ല. ജോലി സ്ഥലം ഗുജറാത്ത് ആയിരിക്കും. ഗുജറാത്തിലാണ് അതിന്റെ ഓഫീസ് ഉള്ളത്. അപേക്ഷാ രീതി ഓൺലൈൻ മുഖാന്തരം മാത്രം. ഈ വീഡിയോയിൽ വന്നിട്ടുള്ള ഓൾമോസ്റ്റ് എല്ലാ നോട്ടിഫിക്കേഷനും ഓൺലൈൻ മുഖാന്തരം ആണ് അപ്ലിക്കേഷൻ ഉള്ളത്. അവസാന തീയതി 15 ഓഗസ്റ്റിന് മുമ്പായി നിങ്ങൾ അപ്ലൈ ചെയ്യേണ്ടതാണ്. അപ്ലിക്കേഷൻ ഫീസ് ഫീമെയിൽ EWS, SC, ST, SCBC എന്നീ കാൻഡിഡേറ്റ്സിന് 250 രൂപയും ബാക്കിയുള്ള എല്ലാവരും 500 രൂപയും അപ്ലിക്കേഷൻ ഫീസ് പേ ചെയ്യേണ്ടതാണ്. അടുത്തതായി ജമ്മു ആൻഡ് കാശ്മീർ പബ്ലിക് സർവീസ് കമ്മീഷൻ JKPSC മെഡിക്കൽ ഓഫീസർ റിക്രൂട്ട്മെന്റ് ആണ്. ഈ കോവിഡ് അനുബന്ധിച്ച് എല്ലായിടത്തും റെയിൽവേയിലും എല്ലായിടത്തും മെഡിക്കൽ ഓഫീസർ റിക്രൂട്ട്മെന്റ് ഒരുപാട് നടക്കുന്നുണ്ട്. ജമ്മു കാശ്മീരിൽ ജോലി ചെയ്യാൻ താല്പര്യമുള്ള ആരെങ്കിലും ഉണ്ടെങ്കിൽ അവർക്ക് ഈ പോസ്റ്റിലേക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ്. 900 ഒഴിവുകളാണ് ഉള്ളത്. MBBS കംപ്ലീറ്റ് ചെയ്തവർക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുന്നതാണ്. ശമ്പളം 52,700 മുതൽ 1,66,700 ആയിരിക്കും നിങ്ങളുടെ ശമ്പളം. 18 മുതൽ 40 വയസ്സ് വരെ നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാൻ പറ്റും. ജോലി സ്ഥലം ജമ്മു കാശ്മീർ ആയിരിക്കും. അപേക്ഷാ രീതി ഓൺലൈൻ മുഖാന്തരം മാത്രമേ അപ്ലൈ ചെയ്യാൻ പറ്റുകയുള്ളൂ. അവസാന തീയതി സെപ്റ്റംബർ 4 മുമ്പായി നിങ്ങൾ അപ്ലൈ ചെയ്യേണ്ടതാണ്. അപ്ലിക്കേഷൻ ഫീസ് PWD കാൻഡിഡേറ്റ്സിന് ഫീസ് ഇല്ല. റിസർവ് കാറ്റഗറി കാൻഡിഡേറ്റ്സ് ആണെങ്കിൽ 200 രൂപയും ബാക്കിയുള്ള എല്ലാ ജനറൽ, OBC അങ്ങനത്തെ കാറ്റഗറി കാൻഡിഡേറ്റ്സിന് 400 രൂപയുമായിരിക്കും അപ്ലിക്കേഷൻ ഫീസ്. അടുത്തതായി ബാങ്ക് ഓഫ് ഇന്ത്യ. ഇത് സ്പോർട്സ് കോട്ട വേക്കൻസി ആണ്. സ്പോർട്സിൽ താല്പര്യമുള്ളവർ, സ്പോർട്സിൽ റെക്കോർഡ്സ് ഉള്ളവർക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുന്നതാണ്. ജനറൽ ബാങ്കിംഗ് ഓഫീസർ അതല്ലെങ്കിൽ ക്ലർക്ക് പോസ്റ്റുകളിലേക്കാണ്. ടോട്ടൽ 28 വേക്കൻസിയാണ് ഉള്ളത്. അതിൽ 14 വേക്കൻസി ജനറൽ ബാങ്കിംഗ് ഓഫീസറും 14 വേക്കൻസി ക്ലർക്ക് പോസ്റ്റിലേക്കുമാണ്. ഡിഗ്രി കഴിഞ്ഞവർക്ക് ജനറൽ ബാങ്കിംഗ് ഓഫീസർ പോസ്റ്റിലേക്കും അപ്ലൈ ചെയ്യാം. 10th നിങ്ങളുടെ SSLC കഴിഞ്ഞവർക്ക് ക്ലർക്ക് പോസ്റ്റിലേക്കും അപ്ലൈ ചെയ്യാവുന്നതാണ്. ശമ്പളം പോസ്റ്റ് അനുസരിച്ച് വ്യത്യസ്തമായിരിക്കും. വയസ്സ് 18 മുതൽ 25 വയസ്സ് വരെ പ്രായമുള്ളവർക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ്. ജോലി സ്ഥലം ഇന്ത്യയിൽ എവിടെയും നിങ്ങളെ പോസ്റ്റ് ചെയ്യാവുന്നതാണ്. അപേക്ഷാ രീതി ഓൺലൈൻ. അവസാന തീയതി ഓഗസ്റ്റ് 16 മുമ്പായി നിങ്ങൾ അപ്ലൈ ചെയ്യേണ്ടതാണ്. അപ്ലിക്കേഷൻ ഫീസ് ഇതിനുമുണ്ട്. SC, ST, PWD കാൻഡിഡേറ്റ്സ് 50 രൂപയും ബാക്കിയുള്ള എല്ലാ കാൻഡിഡേറ്റ്സും 200 രൂപയും അപ്ലിക്കേഷൻ ഫീസ് പേ ചെയ്യേണ്ടതാണ്. അടുത്തതായി AIIMS ബിബിനഗർ. AIMS നിങ്ങൾക്ക് അറിയാവുന്നതാണ്. സെൻട്രൽ ഗവൺമെന്റിന്റെ അണ്ടറിൽ വരുന്ന മോസ്റ്റ് റെപ്യൂട്ടഡ് മെഡിക്കൽ കോളേജ് ആണ്. തസ്തിക അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസർ, എക്സിക്യൂട്ടീവ് അസിസ്റ്റന്റ്, പേഴ്സണൽ അസിസ്റ്റന്റ്, ലാബ് ടെക്നീഷ്യൻ അങ്ങനെ ഒരുപാട് വേക്കൻസികൾ ഉണ്ട്. ഒഴിവുകൾ 10, ടോട്ടൽ 10 വേക്കൻസിയാണ് ഉള്ളത്. ഡിഗ്രി കഴിഞ്ഞവർക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുന്നതാണ്. പോസ്റ്റ് അനുസരിച്ച് വ്യത്യസ്തമായ ശമ്പളങ്ങളും. വയസ്സ് മാക്സിമം 40 വയസ്സ് വരെ അപ്ലൈ ചെയ്യാവുന്നതാണ്. ജോലി സ്ഥലം തെലങ്കാന, ബേബിനഗർ എന്ന് പറയുന്ന തെലങ്കാനയിലുള്ളത്. തെലങ്കാനയായിരിക്കും ജോലി സ്ഥലം. അപേക്ഷാ രീതി ഓൺലൈൻ മുഖാന്തരം മാത്രമേ അപ്ലൈ ചെയ്യാൻ പറ്റുകയുള്ളൂ. അവസാന തീയതി 31 ഓഗസ്റ്റിന് മുമ്പായി നിങ്ങൾ അപ്ലൈ ചെയ്യേണ്ടതാണ്. അപ്ലിക്കേഷൻ ഫീസ്
PWD കാൻഡിഡേറ്റ്സിന് ഫീസ് ഇല്ല. SC/ST 1200. അതല്ലാതെ ബാക്കിയുള്ള എല്ലാ കാൻഡിഡേറ്റ്സും 1500 രൂപ ആയിരിക്കും അപ്ലിക്കേഷൻ ഫീസ്. നിങ്ങൾ അപ്ലിക്കേഷൻ ഫീസ് നോക്കുകയാണെങ്കിൽ AIIMS ബാക്കിയുള്ള നോട്ടിഫിക്കേഷനെ അനുബന്ധിച്ച് അപ്ലിക്കേഷൻ ഫീസ് കുറച്ച് കൂടുതലായിരിക്കും. എല്ലാ AIMS ബിഗ് ബി നഗർ എന്ന് മാത്രമല്ല എല്ലാ AIMSലും നിങ്ങൾ ജോലിക്ക് അപ്ലൈ ചെയ്യുകയാണെങ്കിൽ ഫീസ് കുറച്ച് കൂടുതലായിരിക്കും. അടുത്തത് KPSC കർണാടക പബ്ലിക് സർവീസ് കമ്മീഷന്റെ ആണ്. ഗ്രൂപ്പ് C വേക്കൻസിയാണ്. ടോട്ടൽ 523 ഒഴിവുകളാണുള്ളത്. ഡിഗ്രി കഴിഞ്ഞവർക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുന്നതാണ്. ഡിഗ്രി വയസ്സ് 18 മുതൽ 35 വയസ്സ് വരെ അപ്ലൈ ചെയ്യാൻ പറ്റുന്നതാണ്. ജോലി സ്ഥലം കർണാടക. അപേക്ഷാ രീതി ഓൺലൈൻ. അവസാന തീയതി സെപ്റ്റംബർ 19 മുമ്പായി അപ്ലൈ ചെയ്യേണ്ടതാണ്. അപ്ലിക്കേഷൻ ഫീസ് മുമ്പ് പറഞ്ഞ സെയിം ആണ്. SC/ST കാറ്റഗറി 1 PWD കാൻഡിഡേറ്റ്സിന് ഫീസ് ഇല്ല. എക്സ് സർവീസ്മെൻ 50 രൂപയും 2A 2B 3A 3B കാൻഡിഡേറ്റ്സിന് 300 രൂപയും ബാക്കിയുള്ള എല്ലാ കാൻഡിഡേറ്റ്സും 600 രൂപയും അപ്ലിക്കേഷൻ ഫീസ് പേ ചെയ്യേണ്ടതാണ്. അടുത്തതായി SSC സ്റ്റാഫ് സെലക്ഷൻ കമ്മീഷൻ. സെൻട്രൽ ഗവൺമെന്റിന്റെ ഒരുമാതിരി എല്ലാ വേക്കൻസികളും വർഷം തോറും 15,000 20,000-ഓളം വേക്കൻസികൾ SSC ഫിൽ ചെയ്യുന്നതാണ്. വളരെ ഇമ്പോർട്ടന്റ് ആയ നോട്ടിഫിക്കേഷൻ ആണ്. ഡൽഹി പോലീസ് കോൺസ്റ്റബിൾ തസ്തികയിലേക്കുള്ള വേക്കൻസികളാണ്. ഒഴിവുകൾ 5,846 വേക്കൻസികളുണ്ട്. +2 കഴിഞ്ഞവർക്ക് അപേക്ഷിക്കാവുന്നതാണ്. ശമ്പളം 21,700 മുതൽ 69,100 ആയിരിക്കും ശമ്പളം. വയസ്സ് 18 മുതൽ 25 വയസ്സ് വരെ അപ്ലൈ ചെയ്യാൻ പറ്റും. ജോലി സ്ഥലം ഡൽഹി. അപേക്ഷാ രീതി ഓൺലൈൻ. അവസാന തീയതി സെപ്റ്റംബർ 7 മുമ്പായി നിങ്ങൾ അപ്ലൈ ചെയ്യേണ്ടതാണ്. അപ്ലിക്കേഷൻ ഫീസ് SC/ST ESM എക്സ് സർവീസ്മെൻ വുമൻ കാൻഡിഡേറ്റ്സിന് ഫീസ് ഇല്ല. ബാക്കിയുള്ള എല്ലാ കാൻഡിഡേറ്റ്സും 100 രൂപ അപ്ലിക്കേഷൻ ഫീസ് പേ ചെയ്യേണ്ടതാണ്. അടുത്തതായി ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ബാങ്കിംഗ് പേഴ്സണൽ സെലക്ഷൻ. ഇതെല്ലാവർക്കും അറിയുന്നതാണ്. IBPS PO നോട്ടിഫിക്കേഷൻ ആണ്. പ്രൊബേഷണറി ഓഫീസർ അല്ലെങ്കിൽ മാനേജ്മെന്റ് ട്രെയിനി. ഈ നോട്ടിഫിക്കേഷൻ റിലീസ് ചെയ്ത ഉടനെ തന്നെ ഞാനൊരു വീഡിയോ അപ്ലോഡ് ചെയ്തിരുന്നു. കാരണം ബാങ്ക് ജോബിന് താല്പര്യമുള്ളവർ IBPS നോട്ടിഫിക്കേഷൻ വളരെ ആകാംക്ഷയോടുകൂടെ പ്രതീക്ഷിക്കുന്ന ഒന്നാണ്. അതുകൊണ്ട് ഞാൻ പെട്ടെന്ന് തന്നെ അപ്ലോഡ് ചെയ്തിരുന്നു. ഇത് എംപ്ലോയ്മെന്റ് ന്യൂസിലും ഞാൻ ഇത് ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. പ്രൊബേഷണറി ഓഫീസർ അല്ലെങ്കിൽ മാനേജ്മെന്റ് ട്രെയിനി തസ്തികയാണ്. ഒഴിവുകൾ 1,167. യോഗ്യത ഡിഗ്രി കഴിഞ്ഞവർക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ്. ശമ്പളം എത്രയാണെന്ന് വ്യക്തമാക്കിയിട്ടില്ല. നോട്ടിഫിക്കേഷനിൽ വ്യക്തമാക്കിയിട്ടില്ല. 20 മുതൽ 30 വയസ്സ് വരെയുള്ളവർക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ്. SC/ST PWD കാൻഡിഡേറ്റ്സിന് റിലാക്സേഷൻ ഉണ്ടായിരിക്കും. ജോലി സ്ഥലം ഓൾ ഇന്ത്യയിൽ എവിടെയും പാർട്ടിസിപ്പേറ്റിംഗ് ബാങ്ക്. ഈ IBPS PO എക്സാമിന് പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്ന ബാങ്കിന്റെ ഏത് ബ്രാഞ്ചിലും നിങ്ങളെ പോസ്റ്റ് ചെയ്യാവുന്നതാണ്. അപേക്ഷാ രീതി ഓൺലൈൻ മുഖാന്തരം മാത്രമേ അപ്ലൈ ചെയ്യാൻ പറ്റുകയുള്ളൂ. അവസാന തീയതി ഓഗസ്റ്റ് 26 മുമ്പായി നിങ്ങൾ അപ്ലൈ ചെയ്യണം. അപ്ലിക്കേഷൻ ഫീസ് SC/ST PWD കാൻഡിഡേറ്റ്സ് 175 രൂപയും ബാക്കിയുള്ള എല്ലാ കാൻഡിഡേറ്റ്സും 850 രൂപയും അപ്ലിക്കേഷൻ ഫീസ് പേ ചെയ്യേണ്ടതാണ്. അടുത്തതായി AIIMS ഓൾ ഇന്ത്യ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസ് ന്യൂഡൽഹി ഇഷ്യൂ ചെയ്തിരിക്കുന്ന നോട്ടിഫിക്കേഷൻ ആണ്. നഴ്സിംഗ് ജോബ്സിന് വേണ്ടി സെർച്ച് ചെയ്യുന്ന ഒരുപാട് ആളുകൾക്ക് ഇത് ഉപകാരപ്പെടും. മോസ്റ്റ് റെപ്യൂട്ടഡ് സെൻട്രൽ ഗവൺമെന്റിന്റെ അണ്ടറിൽ വരുന്ന റെപ്യൂട്ടഡ് ഇൻസ്റ്റിറ്റ്യൂട്ട് ആണ് AIMS ന്യൂഡൽഹി. ഇന്ത്യയിൽ ഉടനീളമുള്ള എല്ലാ AIMSലേക്കും ഉള്ള നഴ്സിംഗ് ഓഫീസർ എക്സാം ആണ് നടക്കാനുള്ളത്. അതിന്റെ നോട്ടിഫിക്കേഷൻ ആണ് ഇപ്പോൾ റിലീസ് ചെയ്തിട്ടുള്ളത്. നഴ്സിംഗ് ഓഫീസർ 3,803 വേക്കൻസികളാണ്. അത് ഡൽഹി മാത്രമല്ല, ഇന്ത്യയിലുള്ള എല്ലാ AIMSലും അതിന്റെ വേക്കൻസീസ് ഉണ്ട്. BSc നഴ്സിംഗ് അല്ലെങ്കിൽ ഡിപ്ലോമ ഇൻ നഴ്സിംഗ് കഴിഞ്ഞവർക്ക് അപേക്ഷിക്കാവുന്നതാണ്. ശമ്പളം 9,300 മുതൽ 34,800 പേ സ്കെയിലായിരിക്കും നിങ്ങളുടെ സാലറി. വയസ്സ് 18 മുതൽ 30 വയസ്സ് വരെയുള്ള ആളുകൾക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ്. ജോലി സ്ഥലം ഇന്ത്യയിലുടനീളമുള്ള എല്ലാ AIIMSലും വേക്കൻസികളുണ്ട്. അപേക്ഷാ രീതി ഓൺലൈൻ മുഖാന്തരം മാത്രമേ അപ്ലൈ ചെയ്യാൻ പറ്റുകയുള്ളൂ. ഓഗസ്റ്റ് 18 മുമ്പായി നിങ്ങൾ അപ്ലൈ ചെയ്യേണ്ടതാണ്. അപ്ലിക്കേഷൻ ഫീസ് PWD കാൻഡിഡേറ്റ്സ് ഫീസ് ഇല്ല. SC/ST EWS കാൻഡിഡേറ്റ്സിന് 1,200 രൂപയും
അതുപോലെ തന്നെ ബാക്കിയുള്ള എല്ലാ കാൻഡിഡേറ്റ്സിനും 1500 രൂപയുമായിരിക്കും അപ്ലിക്കേഷൻ ഫീസ്. അടുത്തത് തമിഴ്നാട് വഖഫ് ബോർഡ്. തമിഴ്നാട് വഖഫ് ബോർഡിലുള്ള അസിസ്റ്റന്റ് പ്രോഗ്രാമർ, സർവേ അസിസ്റ്റന്റ്, ലീഗൽ സപ്പോർട്ട് ഓഫീസർ, സോണൽ വഖഫ് ഓഫീസർ എന്നീ തസ്തികയിലേക്കുള്ള റിക്രൂട്ട്മെന്റ് ആണ്. ടോട്ടൽ 10 വേക്കൻസികളാണ് ഉള്ളത്. ഡിഗ്രി കഴിഞ്ഞവർക്ക് അപേക്ഷിക്കാവുന്നതാണ്. ഓരോ പോസ്റ്റിനനുസരിച്ചുള്ള ശമ്പളവും ഉണ്ടാവും. 65 വയസ്സ് വരെ അപ്ലൈ ചെയ്യാവുന്നതാണ് ഈ വഖഫ് ബോർഡിലേക്കുള്ള ജോലിക്കായി. ജോലി സ്ഥലം തമിഴ്നാട്. അപേക്ഷാ രീതി ഇമെയിൽ മുഖാന്തരം നിങ്ങൾ അപ്ലിക്കേഷൻ അയക്കേണ്ടതാണ്. അവസാന തീയതി ഓഗസ്റ്റ് 12. ഇനി 3 ദിവസം മാത്രമേ ഉള്ളൂ. അപേക്ഷിക്കാൻ താല്പര്യമുള്ളവർ പെട്ടെന്ന് തന്നെ അപേക്ഷിക്കുക. അപ്ലിക്കേഷൻ ഫീസ് ഇല്ല. അടുത്തതായി നാഷണൽ ഹൗസിംഗ് ബാങ്ക്. നാഷണൽ ഹൗസിംഗ് ബാങ്ക് ഡെപ്യൂട്ടി ജനറൽ മാനേജർ, അസിസ്റ്റന്റ് ജനറൽ മാനേജർ, റീജിയണൽ മാനേജർ, മാനേജർ എന്നീ തസ്തികയിലേക്കുള്ള റിക്രൂട്ട്മെന്റ് ആണ്. 11 ഒഴിവുകളാണ് ടോട്ടൽ ആയിട്ടുള്ളത്. ഡിഗ്രി, മാസ്റ്റേഴ്സ് ഡിഗ്രി കഴിഞ്ഞവർക്കും ബാങ്കിങ്ങിൽ എക്സ്പീരിയൻസ് ഉള്ളവർക്കും അപ്ലൈ ചെയ്യാവുന്നതാണ്. പോസ്റ്റ് അനുസരിച്ചുള്ള വ്യത്യസ്തമായ ശമ്പളമാണ്. വയസ്സ് 50 വയസ്സ് വരെ അപ്ലൈ ചെയ്യാവുന്നതാണ്. ഓൾ ഇന്ത്യയിലുടനീളം വേക്കൻസികളുണ്ട്. ഓൺലൈൻ മുഖാന്തരം മാത്രമേ അപ്ലൈ ചെയ്യാൻ പറ്റുകയുള്ളൂ. അവസാന തീയതി ഓഗസ്റ്റ് 28 ആണ്. SC/ST PWD കാൻഡിഡേറ്റ്സ് 100 രൂപയും ബാക്കിയുള്ള എല്ലാ കാൻഡിഡേറ്റ്സ് 600 രൂപയുമായിരിക്കും അപ്ലിക്കേഷൻ ഫീസ്. അടുത്തതായി യൂണിയൻ പബ്ലിക് സർവീസ് കമ്മീഷൻ UPSCയുടെ റിക്രൂട്ട്മെന്റ് നോട്ടിഫിക്കേഷൻ ആണ്. കമ്പൈൻഡ് ഡിഫൻസ് സർവീസ് എക്സാം CDS2 എക്സാമിനുള്ള നോട്ടിഫിക്കേഷൻ ആണ് റിലീസ് ചെയ്തിട്ടുള്ളത്. ആകെ മൊത്തം 344 വേക്കൻസികളാണ് ഉള്ളത്. ഡിഗ്രി കഴിഞ്ഞവർക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ്. ഇന്ത്യൻ എയർഫോഴ്സ്, ഇന്ത്യൻ നേവി, അതുപോലെ തന്നെ ഇന്ത്യൻ ആർമിയിൽ ഓഫീസർ പോസ്റ്റിലേക്കുള്ള അപ്ലൈ ചെയ്യാൻ പറ്റുന്ന ഒരു എക്സലന്റ് ഓപ്പർച്യൂണിറ്റി ആണ്. ഡിഫൻസ് അക്കാഡമിയിൽ ഒരു കരിയർ, ഡിഫൻസ് സ്ട്രീമിൽ ഒരു കരിയർ താല്പര്യമുള്ളവർ തീർച്ചയായും അപ്ലൈ ചെയ്യുക. ഒരു എക്സലന്റ് കരിയർ ഓപ്പർച്യൂണിറ്റി ആണ് UPSC കമ്പൈൻഡ് ഡിഫൻസ് സർവീസസ് എക്സാം. ശമ്പളം നിങ്ങളുടെ ട്രെയിനിങ് ഡ്യൂറേഷനിൽ 56,100 രൂപയും ട്രെയിനിങ് കഴിഞ്ഞാൽ നിങ്ങൾ ലെഫ്റ്റനന്റ് പോസ്റ്റിലേക്കായിരിക്കും നിങ്ങളെ പോസ്റ്റ് ചെയ്യുന്നത്. അതിൽ ലെഫ്റ്റനന്റ് പോസ്റ്റിലുള്ള പേ സ്കെയിൽ 56,100 മുതൽ 1,77,500 വരെ ആയിരിക്കും. നിങ്ങളുടെ മിലിറ്ററി, ഈ ഡിഫൻസിലുള്ള എല്ലാ ഇന്ത്യൻ എയർഫോഴ്സിലായാലും നേവിയിലായാലും അതുപോലെ തന്നെ ആർമിയിലായാലും നിങ്ങൾക്ക് ബേസിക് പേ അല്ലാതെ മിലിറ്ററി സർവീസ് പേ, യൂണിഫോം അലവൻസ്, എഡ്യൂക്കേഷൻ അലവൻസ്, അങ്ങനെ ഒരുപാട് അലവൻസുകളും നിങ്ങൾക്ക് ഒരുപാട് ആനുകൂല്യങ്ങൾ ലഭിക്കുന്ന ഒരു സ്ട്രീമാണ് ഡിഫൻസ് കരിയർ എന്ന് പറഞ്ഞാൽ. വയസ്സ് 18 മുതൽ 23 വയസ്സ് വരെയുള്ളവർക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ്. ജോലി സ്ഥലം ഇന്ത്യയിലുടനീളമായിരിക്കും. അപേക്ഷാ രീതി ഓൺലൈൻ. അവസാന തീയതി 25 ഓഗസ്റ്റിന് മുമ്പായി അപ്ലൈ ചെയ്യാവുന്നതാണ്. എപ്പോഴും നിങ്ങൾ ഓഗസ്റ്റ് 25 ഡേറ്റ് ഉണ്ടെന്ന് വെച്ച് ഓഗസ്റ്റ് ലാസ്റ്റിലേക്ക് അപ്ലൈ ചെയ്യാനുള്ള ഒരു മെന്റാലിറ്റി ഉണ്ടാവാൻ പാടില്ല. എത്രയും പെട്ടെന്ന് നിങ്ങൾ അപ്ലൈ ചെയ്യുക. ലാസ്റ്റ് തീയതിയിലേക്ക് ഒരുപാട് കാൻഡിഡേറ്റ്സ് അപ്ലൈ ചെയ്യുന്നുണ്ട്. ഇന്ത്യയിൽ മൊത്തമുള്ള കാൻഡിഡേറ്റ്സ് അപ്ലൈ ചെയ്യാനുള്ളതുകൊണ്ട് വെബ്സൈറ്റ് ലോഡിംഗ്, നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാനുള്ള നെറ്റ്വർക്ക് പ്രോബ്ലം ഒക്കെ സാധ്യതകൾ കൂടുതലായിരിക്കും. പ്രോബ്ലം ഉണ്ടാവും എന്നല്ല, സാധ്യതകൾ കൂടുതലായിരിക്കും. അതുകൊണ്ട് എത്രയും പെട്ടെന്ന് നിങ്ങൾ അപ്ലൈ ചെയ്യുക. അപ്ലിക്കേഷൻ ഫീസ് ഫീമെയിൽ SC/ST കാൻഡിഡേറ്റ്സിന് ഫീസ് ഇല്ല. അതല്ലാതെ ജനറൽ, OBC എന്നീ കാൻഡിഡേറ്റ്സിന് 200 രൂപ അപ്ലിക്കേഷൻ ഫീസ് ഉണ്ടായിരിക്കുന്നതാണ്. അടുത്തതായി സൗത്ത് ഈസ്റ്റ് സെൻട്രൽ റെയിൽവേ അപ്രന്റീസ് ട്രെയിനിങ്ങിലേക്കുള്ള നോട്ടിഫിക്കേഷൻ ആണ്. 432 ഒഴിവുകളാണുള്ളത്. 10th പ്ലസ് നിങ്ങൾ SSLCയും ITIയും കഴിഞ്ഞവർക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ്. സാലറി എത്രയാണെന്ന് വ്യക്തമാക്കിയിട്ടില്ല. സാലറി അല്ല, നിങ്ങളുടെ ആക്ച്വലി സ്റ്റൈപ്പൻഡ് ആയിരിക്കും നിങ്ങളുടെ അപ്രന്റീസ് ട്രെയിനിങ് പീരീഡിൽ നിങ്ങൾക്ക് ലഭിക്കുന്നത്. 15 മുതൽ 24 വയസ്സ് വരെ ഉള്ളവർക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ്. ഛത്തീസ്ഗഡ് ആയിരിക്കും നിങ്ങളുടെ ജോലി സ്ഥലം. അപേക്ഷാ രീതി ഓൺലൈൻ. അവസാന തീയതി ഓഗസ്റ്റ് 30. അപ്ലിക്കേഷൻ ഫീസ് ഉണ്ടായിരിക്കുന്നതല്ല. അടുത്തതായി ECIL ഇലക്ട്രോണിക്സ് കോർപ്പറേഷൻ ഓഫ് ഇന്ത്യ ലിമിറ്റഡ് ടെക്നിക്കൽ ഓഫീസർ, സയന്റിഫിക് അസിസ്റ്റന്റ്, ജൂനിയർ ആർട്ടിസാൻ എന്നീ തസ്തികയിലേക്കുള്ള വേക്കൻസികളാണ്. 24 വേക്കൻസികളാണ് ടോട്ടൽ ആയിട്ടുള്ളത്. BE, BTech, ഡിപ്ലോമ, ITI കഴിഞ്ഞവർക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ്. ശമ്പളം എത്രയാണെന്ന് ഒരു പോസ്റ്റിലേക്കും വ്യക്തമാക്കിയിട്ടില്ല. മാക്സിമം 30 വയസ്സ് വരെ ഉള്ളവർക്ക് മാത്രമേ അപ്ലൈ ചെയ്യാൻ പറ്റുള്ളൂ. അതിന് കൂടുതലുള്ളവർ SC/ST കാൻഡിഡേറ്റ്സ് ആണെങ്കിൽ നിങ്ങൾക്ക് റിലാക്സേഷൻ ലഭിക്കും. ജനറൽ കാൻഡിഡേറ്റ്സ് മാക്സിമം 30 വയസ്സ് വരെ
അപ്ലൈ ചെയ്യാൻ പറ്റുകയുള്ളൂ. ജോലിസ്ഥലം ഓൾ ഓവർ ഇന്ത്യയിലുള്ള എല്ലാ ECIL പ്രോജക്ട്സിലും നിങ്ങളെ പോസ്റ്റ് ചെയ്യാവുന്നതാണ്. അപേക്ഷാ രീതി ഓൺലൈൻ മുഖാന്തരം മാത്രമേ അപ്ലൈ ചെയ്യാൻ പറ്റുകയുള്ളൂ. അവസാന തീയതി August 18. അപ്ലിക്കേഷൻ ഫീസ് ഉണ്ടായിരിക്കുന്നതല്ല. ഈ ആഴ്ചയിലെ ലാസ്റ്റ് നോട്ടിഫിക്കേഷൻ ആണ്. ഇന്റർനാഷണൽ സെന്റർ ഫോർ തിയോററ്റിക്കൽ സയൻസസ്, ടാറ്റ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഫണ്ടമെന്റൽ റിസർച്ചിന്റെ കീഴിൽ വരുന്ന ഒരു ഓർഗനൈസേഷൻ ആണ്. ബംഗളൂരുവിലാണ് ലൊക്കേഷൻ. സയന്റിഫിക് ഓഫീസർ, അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസർ എന്നീ തസ്തികയിലേക്കുള്ള റിക്രൂട്ട്മെന്റ് ആണ്. 7 വേക്കൻസികളാണ് ഉള്ളത്. മാസ്റ്റേഴ്സ് ഡിഗ്രി കഴിഞ്ഞവർക്ക് അപേക്ഷിക്കാവുന്നതാണ്. ശമ്പളം ഓരോ പോസ്റ്റിനും അനുസരിച്ചുള്ള ശമ്പളമാണ്. മാക്സിമം 45 വയസ്സ് വരെ നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാൻ സാധിക്കുകയുള്ളൂ. ജോലിസ്ഥലം ബംഗളൂരു. അപേക്ഷാ രീതി ഓൺലൈൻ മുഖാന്തരം മാത്രമേ അപ്ലൈ ചെയ്യാൻ പറ്റുകയുള്ളൂ. August 31 മുമ്പായി നിങ്ങൾ അപ്ലൈ ചെയ്യേണ്ടതാണ്. അപ്ലിക്കേഷൻ ഫീസ് ഉണ്ടായിരിക്കുന്നതല്ല. ഇത് ഇത്രയും ഈ ആഴ്ചയിൽ റിലീസ് ആയിട്ടുള്ള ഞങ്ങളുടെ വെബ്സൈറ്റിൽ അപ്ലോഡ് ചെയ്തിട്ടുള്ള ജോബ് നോട്ടിഫിക്കേഷൻ ആണ്. ഇതുപോലത്തെ ഒരുപാട് എല്ലാ ആഴ്ചയിലും നിങ്ങൾക്ക് സെൻട്രൽ ഗവൺമെന്റിന്റെയും സ്റ്റേറ്റ് ഗവൺമെന്റിന്റെയും നോട്ടിഫിക്കേഷൻ ലഭിക്കാൻ ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്തുള്ള ബെൽ ഐക്കൺ തീർച്ചയായും എനേബിൾ ചെയ്യുക. നോർമൽ വീഡിയോസിനെ പോലെയല്ല, കാരണം ജോബിന് അപ്ലൈ ചെയ്യാൻ വളരെ ചുരുങ്ങിയ സമയമായിരിക്കും. ഒരാഴ്ച കൊണ്ടോ ഒരു മാസം കൊണ്ടോ നിങ്ങൾ അപ്ലൈ ചെയ്യേണ്ടതാണ്. അതുകൊണ്ട് ബെൽ ഐക്കൺ എനേബിൾ ചെയ്താൽ നിങ്ങൾക്ക് ഉടൻ തന്നെ ഞങ്ങൾ അപ്ലോഡ് ചെയ്യുന്ന ഉടൻ തന്നെ നിങ്ങൾക്ക് അത് നോട്ടിഫിക്കേഷൻ ലഭിക്കും. നിങ്ങൾ ജോബ് സെർച്ച് ചെയ്യുന്നതാണെങ്കിൽ നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാൻ അത് വളരെയധികം ഉപകാരപ്പെടും. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ് ജോബ്സ് അലി.